മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കും. അവന്റെ ഒരു അപ്പിയറൻസ് അങ്ങനെയാണല്ലോ. ആകെ മൊത്തത്തിൽ നമ്മള് അതന്നെ. ശരിക്കും ഫുക്രുവിന്റെ നാട് എവിടെയാ? കൊട്ടാരക്കര. കൊട്ടാരക്കര. ഓക്കെ. അപ്പൊ എന്താണ് ഈ ബഹളിച്ചക്കനെ കുറിച്ച് ഒന്ന് ആദ്യം മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു? എനിക്ക് ആദ്യം തൊട്ടേ ഇവരെ ഇഷ്ടായി. എന്നുവെച്ചാ എന്താ പറയാ, കുസൃതിയാ, ചട്ടമ്പിയാണ് ശരിക്കും. കൊച്ചുകുട്ടി ഇപ്പൊ നമുക്കൊക്കെ ഒരു അനിയൻ എന്നുള്ള ആ ഒരു ഇത്, അത് തുടക്കം തൊട്ടേ അവൻ അങ്ങനെ തന്നെയാണ്. റൈറ്റ് ഫ്രം ഡേ 1 അൺടിൽ ടുഡേ അവന്റെ ക്യാരക്ടറിൽ ഒരു മാറ്റവും ഇല്ല. അത് പലർക്കും ഇഷ്ടപ്പെടാം, പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം, അതൊക്കെ അവരുടെ ചോയ്സ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തമ്പി എന്ന് വിളിക്കണത്, ഞാൻ കുട്ടാ തമ്പി ഇതൊക്കെ തന്നെയാ വിളിക്കണം, അനിയൻ എന്നുള്ള രീതിയിൽ. അത് മനസ്സറിഞ്ഞ് വിളിക്കണതാണ്. എന്റെ ഫോണില് ഫുക്രപ്പൻ ഉയർന്നു പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കണത്. അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയില് ഈ ഒരു കാര്യം തന്നെ നിങ്ങളെ റിലേറ്റ് ചെയ്തിട്ട് എന്തോ സംതിങ് വൈറലായ ഒരു സംഭവം ഉണ്ട്. ആര്യയുടെ വീട്ടിൽ എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിനെന്തോ വിളിച്ചപ്പോഴത്തേക്ക് ഫുക്രു എത്തിയില്ല, അങ്ങനെ എന്തോ ഒരു. എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് അനിയനാകുമ്പോ അനിയത്തിയുടെ കല്യാണത്തിന് അല്ല, ഞാൻ അവിടെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ എവിടെയോ ആയിരുന്നു. അതെ, അനിയനാണെന്നൊക്കെ പറഞ്ഞ് നിർത്തുമ്പോൾ സ്വന്തം കൂടപ്പുറപ്പിന്റെ കല്യാണം ഉണ്ടെങ്കിൽ ഏത് ദുനിയാവിലാണെങ്കിലും എത്തേണ്ട ഉത്തരവാദിത്വം ഇല്ലേ? അതെ അതെ. അപ്പൊ എവിടെ പോയി കിടക്കുന്നു? ഇതിനെക്കാട്ടിലും വലിയ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊരു കോൺട്രവേഴ്സി ആക്കണം. പറഞ്ഞു ഒതുക്കി തീർന്നു വെച്ചേക്ക്. അവൻ ചേട്ടനെ കൊണ്ട് എന്റെ അടുത്ത് സംസാരിപ്പിച്ച് ഞാൻ കോംപ്രമൈസിലിരിക്കുകയാണ് ആ ഒരു ഒറ്റ കേസ്. അപ്പൊ അതിലായിരിക്കും വിഷമം തോന്നിയെന്ന്. എനിക്ക് ഭയങ്കര, ഞാൻ മിണ്ടത്തില്ലായിരുന്നു എന്റെ അടുത്ത്. മിണ്ടില്ലായിരുന്നു ഞാൻ. ഇവൻ വിളിച്ചാൽ ഞാൻ ഫോണൊന്നും എടുക്കില്ലായിരുന്നു. അവസാനം എന്റെ ചേട്ടൻ ഇടപെടും. എല്ലാ കാര്യത്തിലും അവനാണ് മീഡിയേറ്റർ. അവൻ ഇടയിൽ കയറി വന്ന പിന്നെ നമുക്കത് പറയാൻ പറ്റില്ല. അമൽജി വന്നിട്ട് കോംപ്രമൈസ് ആക്കി കളയും. അവൻ അങ്ങനെ, അവന് പാവല്ലേ. അവന് അത്രയ്ക്കും പാവാണോ ഫുക്രു? പാവൊന്നുമല്ല, എന്നാലും എല്ലാം മിക്സ് ആണല്ലേ നമ്മള്. എല്ലാ മനുഷ്യരും അങ്ങനല്ലേ? അതെ അതെ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്ത ഒരാളും കൂടെ, നമുക്ക് അവരുടെ വീഡിയോയിലേക്ക് പോവാം. ഇത് കൊള്ളാലോ, നല്ല ഫോട്ടോ അല്ലേ? ഇത് കൊള്ളാം. പുതിയ ഫോട്ടോ. ഹായ് ആര്യ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്, കുറച്ച് നാളുകളായി സംസാരിച്ചിട്ട്, അതുകൊണ്ട് വിശേഷമൊന്നും അറിയാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഷാജി പാപ്പന്റെ ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞ് ആര്യനോട് ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആര്യനോട് ചോദിക്കാം, ആര്യ അതിന്റെ കറക്റ്റ് ആൻസർ എനിക്ക് തന്നെ 50,000 രൂപ കൊണ്ടിട്ട് വരുമോ? ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലട്ടാ, സീരിയസ് ആയിട്ട് പറഞ്ഞു. കൊടുക്കും. പിന്നെ അച്ചായി ചോദിച്ചാ എന്തോ കൊടുക്കും. ആണല്ലേ? ഇതാകുമ്പോ എവിഡൻസ് ഉണ്ട്, തിരിച്ചു ചോദിക്കാം. ചോദിച്ചതിന് എവിഡൻസ് ഉണ്ട്, തിരിച്ചു ചോദിക്കാം. എന്താ കുറച്ച് കൂടുതൽ ചോദിപ്പിക്കായിരുന്നു ഷാജിയേട്ടനെ കൊണ്ട്. ആ ഒരു നിമിഷം കൂടെ ഷെയർ ചെയ്യും ആര്യ. ഷാജിയേട്ടനും നിങ്ങളും ഒക്കെ ഞങ്ങള് ഈ പറഞ്ഞ പോലെ അതിനകത്തൊന്നും പോയിട്ടുണ്ടായിരുന്നല്ലോ, കാരണം അത് കംപ്ലീറ്റ് ആയില്ലല്ലോ. ലാസ്റ്റ് ഡേ വരെ നിന്ന ആൾക്കാരാണ് ഞാന്, ഫുക്രു, സായിച്ചേട്ടൻ. ഞങ്ങളെല്ലാരും ലാസ്റ്റ് ഡേ വരെ ഉണ്ടായിരുന്ന ആൾക്കാർ. നമ്മളെ ഇറക്കി വിട്ടല്ലേ? ഞങ്ങൾ ഇറക്കി വിട്ടോ. കോവിഡ് വന്നിട്ട് അന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വളരെ നിങ്ങൾക്ക് അതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ ഇറങ്ങിയ സമയത്തില്ലായിരുന്നു കേട്ടോ. പിന്നീട് ആലോചിക്കുമ്പോ എല്ലാ സങ്കടം. പിന്നീട് ആലോചിക്കുമ്പോഴും പിന്നീട് വന്ന സീസണുകളുടെ ഫിനാലെയൊക്കെ കാണുമ്പോഴും സത്യം പറഞ്ഞ പൊട്ടിക്കരയണം. നിങ്ങളുടെ അപ്പൊ നിങ്ങൾ ഇനി നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ചോദ്യം നിങ്ങൾ അവരുടെ അടുത്തൊന്ന് ചോദിക്കും. നമ്മളായിട്ട് എങ്ങനെ ചോദിക്കും? നമ്മളെങ്ങനെയാ ചോദിക്കുന്നേ? ഒരു ഉളുപ്പ് വേണ്ടേ? എന്നാലും ഒന്നും കൂടെ ഒന്ന് ചോദിച്ചു നോക്കണ്ടേ? ഞങ്ങൾക്ക് വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. നമ്മൾ അന്നത്തെ പാൻഡമിക് കാരണല്ലേ നമ്മൾ ബ്രേക്ക്. ആക്ച്വലി ലാലേട്ടൻ വരെ പറഞ്ഞു കേട്ടോ അവരോട്, ഇവര് പാവം പിള്ളേര്, അവർക്ക് ആ സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അവര് മൈൻഡ് ചെയ്തില്ല. പക്ഷേ കന്നഡയിലൊക്കെ 1 മാസം കഴിഞ്ഞ് തുടങ്ങിയായിരുന്നു. അപ്പൊ നിങ്ങൾ ഏകദേശം ഒരേ റാപ്പ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ ഒരു കുറച്ച് പേരുണ്ടായിരുന്നു നിങ്ങൾ അവിടെ.
അതെ അതായിരുന്നു ഒരുപക്ഷെ ഇത്രയും നിങ്ങൾ അധികം ഇന്നും നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതും മിസ് ചെയ്യണതും ആ ഒരു ഇത്രയും നല്ലൊരു ഫൺ മൊമെന്റ്സ് നിങ്ങൾക്ക് കിട്ടാനും കാരണം അല്ലേ? അതെ അതെ. ഓ ഇതുണ്ടല്ലോ ഈ ഫണ്ണായി അവസാനം ഫാമിലി ആയി ആരും തിരിച്ചു പറയാൻ ഒക്കത്തില്ല, തള്ളാൻ ഒക്കത്തില്ല, പിടിക്കാൻ ആ സ്റ്റേജിലെത്തും ഇത്. ഞാൻ പറയുന്ന ആരെങ്കിലും പോകാൻ ഒറ്റ മനുഷ്യരായിട്ട് കമ്പനി ഇവന്റെ വെക്കണം. കാര്യത്തിൽ അത് ആപ്ലിക്കബിൾ അല്ല. ഇവൻ അതൊന്നും നോക്കില്ല. ഞാൻ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ്. ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റില്ല. ഇവന് ഇടിക്കണം തോന്നിയാ ഇവന് ഇടിക്കും, ചവിട്ടണം തോന്നിയാ ചവിട്ടും. എന്നിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞത് എല്ലാം കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ചോദിക്കണൊക്കെ രസം, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ നമ്മള് പറയും ഇല്ലടാ കുഴപ്പമില്ല, നീ പൊക്കെ അടുത്തതിന് കുറച്ചും കൂടെ ചേർത്ത് തരാന്ന് പറയും. ഒഴിവാക്കിയൊക്കെ വിടും. എന്താണ് ആര്യയെ കുറിച്ച് അന്ന് ആദ്യം കണ്ടപ്പോ എങ്ങനെയായിരുന്നു? ഫക്രുവിന് എന്താ തോന്നിയത്? ഫക്രു അല്ല ഫുക്രു. ഞാൻ ആദ്യം കേൾക്കുന്ന പേര് തന്നെ ഫുക്രു. ശരിക്കുള്ള പേരെങ്ങനെയാ? കൃഷ്ണജീവ്. ഇത് എവിടെ നിന്ന് എങ്ങനെ ഈ ഫുക്രുവിലേക്ക് വന്നേ? അപ്പൊ ഇതിലോട്ട് വരണോ അതോ അതിലോട്ട് പോണോ? പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഇതാദ്യം പറയൂ, എങ്ങനെ ഈ ഫുക്രു എന്നുള്ള പേര് ക്യാച്ച് ആക്കാൻ വേണ്ടിയിട്ട് സ്വയം തീരുമാനിച്ചതാണോ? ഇത് ക്യാച്ച് ആക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതൊന്നുമല്ല. ഞാൻ ബൈസ്റ്റൻഡർ ആയിരുന്നു. അപ്പൊ അതിന് മുന്നേ എന്റെ ഞാൻ കബഡി പ്ലെയർ ഒക്കെ ആയിരുന്നു. അപ്പം കബഡിയുടെ ജേഴ്സിയിൽ KRU എന്നായിരുന്നു എന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്. KRU. അപ്പൊ ക്രൂ എന്നായിരുന്നു എല്ലാവരും വിളിക്കുന്നത്. പിന്നെ ഞാൻ ബൈസ്റ്റൻഡർ ആയപ്പം ആരും ഒഫീഷ്യൽ നെയിം എടുത്തില്ല. അപ്പൊ ആരും ഇടുന്നില്ല, ഞാനും ഇടുന്നില്ല. ഞാൻ അവരുടെ പാത എങ്ങ് പിന്തുടർന്നു. അപ്പൊ ഞാനത് ഫുക്രു ആക്കിയിട്ട് ഞാനിത് ആദ്യമേ ഇടുന്നത് ഈ മ്യൂസിക്കലിയില ഈ പേരിടുന്നേ. അപ്പൊ ഇത് വൈറലായതിന്റെ കൂട്ടത്തിൽ ഈ പേരും അങ്ങ് വൈറലായി. അങ്ങനെയാണ്. കറക്റ്റ് അല്ലേ അവന്റെ ഒരു രൂപത്തിനും ഭാവത്തിനും ഒക്കെ ഒത്ത പേരാണ് ഫുക്രു. മറ്റേ പേര് ചേരേയില്ല. ഇതാണ് കറക്റ്റ്. ഇനി മറ്റേന്ന് പറയൂ, ആര്യയിൽ എന്താണ് കൂടുതല്? അല്ല എനിക്ക് എല്ലാരും അത്ഭുതമായിരുന്നു. അവിടെ ചെല്ലുമ്പോ ഞാൻ ആദ്യമായിട്ടല്ലേ ഇവരൊക്കെ നേരിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വീണ ചേച്ചിയെ കാണുന്നു. ആദ്യം കമ്പനി ആവുന്നത് ഞാൻ രഘുവായിട്ടാ. രഘു ഇങ്ങനെ തേരാപ്പാര എന്റെ പോലെ ഒരു ഓടുപെണ്ണായിട്ട് നടക്കുന്നു. അപ്പൊ രഘുവിന്റെ അടുത്തൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് ചേച്ചി കാണുന്നു. ചേച്ചിയൊക്കെ ഭയങ്കര നമ്മള് ബഡായി ബംഗ്ലാവിൽ അതിലൊക്കെ കാണുന്നുള്ളൂ. അപ്പൊ ആദ്യമേയൊക്കെ എനിക്ക് ഭയങ്കര കാര്യം. പിന്നീട് നമ്മൾ ആ ഒരു അകൽച്ചയൊക്കെ മാറി അങ്ങ് സിങ്കായി. പിന്നെ വെളിയിറങ്ങിയിട്ട് അവിടെ ട്രിപ്പ് പോകുന്നു, ഇവിടെ ട്രിപ്പ് പോകുന്നു, ഈ കാര്യം പറച്ചില് ഫുൾ പ്ലാനിങ്ങുകളാ. പുറത്തിറങ്ങിയിട്ടുള്ള അവിടെ ജയിക്കുന്നോ നിൽക്കുന്നൊന്നും അല്ല, പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മള് കൂടുതലും പറയുന്നത്. ഈ പുറത്തെ കാര്യങ്ങളാ നമ്മൾ അതിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്ന സംസാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോണം, അതെല്ലാം ആണ്ട പടലോ 3G ആയി. പോയോ നിങ്ങൾ എല്ലാരും? ഞങ്ങള് ദുബായ് ദുബായ് പോയി. നമ്മൾ ദുബായ് പോയില്ലങ്ങ് സമാധാനിച്ചു. അതെ. ആരൊക്കെ വന്നു അപ്പോ? അന്ന് ഞാനുണ്ടായിരുന്നു, എലീന ഉണ്ടായിരുന്നു. അത് ഇതേപോലെ സർപ്രൈസ് ആയിട്ട് പോയി. ചേച്ചി അറിഞ്ഞു നമ്മള് ബർത്ത്ഡേ ആഘോഷിക്കാൻ അങ്ങ് നിന്ന്. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി എനിക്ക് സർപ്രൈസ് തന്നതാണ് ഇവര് രണ്ടുപേരും. അന്ന് ഭാര്യ ദുബായിലായിരുന്നു, ഞാൻ ദുബായിലായിരുന്നു. അപ്പൊ അങ്ങനെ ഇവരെല്ലാരും കൂടെ അങ്ങോട്ട് അങ്ങ് പോയി. ഞങ്ങൾ അങ്ങെത്തി. എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ? നമ്മളൊരു 10 ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊളിക്കല്ലായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോ അടുത്ത ലോക്ക്ഡൌൺ. സത്യം. ഓക്കെ. പിന്നെ ഫുക്രു എന്തൊക്കെയാ ചെയ്യുന്നത്? വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫുക്രുന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും? സിനിമ, ഡയറക്ഷൻ, DJ, ഇതൊക്കെ തന്നെ. ഫുക്രു ആണ്. എവിടെയാണ് DJ ചെയ്യുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ? എറണാകുളത്ത് തന്നെയാണോ അതോ ദുബായിലാണ് ചെയ്യുന്നത്? ആണോ? എങ്ങനെ മാസത്തിലൊന്നോ ആഴ്ചയിലൊന്നോ എങ്ങനെ? ഞാൻ കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നേ. അപ്പൊ ഞാൻ സിനിമയിൽ കറക്റ്റ് ഇങ്ങനെ ഒരു ട്രാക്കായി വന്നപ്പം ഞാൻ ഈ DJയിലോട്ട് ഒരു ട്രാക്ക് വന്ന് അതങ്ങ് ദുബായിലായി. അവിടെ കണ്ടിന്യൂ പ്രോഗ്രാം ആവാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഈ സിനിമ അങ്ങ് വിട്ടുപോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ അത് നൈസായിട്ട് അങ്ങ് നിർത്തി. നൈസായിട്ട് നിർത്തി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ഇനിയിപ്പോ പ്രോഗ്രാം ചെയ്യും വരും അങ്ങനത്തെ ഉള്ള പരിപാടി. അപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ സിനിമയിൽ സെറ്റായി വരുന്നു. അപ്പം അത് കുറച്ച് ആയിട്ട് പിന്നെ ഇതിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാണ് ഞാൻ ഇപ്പൊ ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ന്യൂ ഇയറിനൊക്കെ സിനിമയാ. ഈ DJ പണ്ടത്തെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ DJ ആവണമെന്നായിരുന്നു. അങ്ങനെ ആ ഒരു പാഷന്റെ പുറകെ പോയി ഞാൻ ഒരു കൺസോളൊക്കെ മേടിച്ച്. ഒരു DJ ഇങ്ങനെ മുടി വെച്ച് ഞാൻ കണ്ടിട്ടില്ല. അതെ പോയി മുടി വെട്ടി കൂടാന്നൊക്കെ. അങ്ങനൊന്നും എന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യം എന്തോ? ഈ കളർ അടിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടാന്നോ? ഇല്ല, അങ്ങനെ പ്രായമുള്ളവര് ചോദിക്കും, അമ്മമാര്. അവന്റെ മുടി നോക്കുന്ന ഇങ്ങനൊക്കെ പറയും. ഞാൻ പറയാ ആന്റിയുടെ ഇങ്ങനെ താഴോട്ട് പോയി എന്റെ ഞാൻ മേലോട്ട് പോയി. ഇത്രയുള്ള പ്രശ്നം. അല്ല, ഇത് ശരിക്കും ചെറുപ്പം മുതൽ ഇങ്ങനെയായിരുന്നോ? അല്ല, പണ്ട് ഞാൻ ഇങ്ങനെ സൈഡൊക്കെ ചീപ്പി ഇങ്ങനെയൊക്കെ വെച്ച്. നിങ്ങൾ ഇതില് ഒന്ന് പെരുമാറി നോക്കിയിട്ടുണ്ടോ? വേണ്ട, ഞാൻ ആരെ അനുവദിക്കത്തില്ല.
ഇതിനകത്ത് കളറൊക്കെ അടിച്ചോണ്ടിരുന്ന ഞങ്ങളാ ബിഗ് ബോസിനകത്ത്. ആണല്ലേ? അതിനകത്ത് സമയം പിന്നെ പോണ്ടേ? മഞ്ജുമ്മ വന്നിരുന്ന് പേൻ നോക്കി വലിയ വിഷയമില്ല. ഞാനത് പറയണ്ടെന്ന് വെച്ചിരുന്നപ്പോ ഇതിപ്പോ അവൻ തന്നെ പറഞ്ഞു. പിന്നെ ഇതൊന്നും അറിയാത്ത കാര്യങ്ങളല്ലല്ലോ, ഓർമ്മിപ്പിച്ചു അത്രേ ഉള്ളൂ. മഞ്ജു ചേച്ചിയുടെ മെയിൻ ഹോബി ആയിരുന്നു ഇവന്റെ തലേന്ന് പേന്നോട്ടം ബിഗ് ബോസിനകത്ത്. മഞ്ജുമ്മ ആവശ്യത്തിലധികം പിന്നെ